ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് AC സീറ്റർ ബസ്സിൽ യാത്ര ചെയ്യാൻ പോകണം കേട്ടോ. കോഴിക്കോട് ഡിപ്പോയുടെ ഒരേ ഒരു AC സീറ്റർ ബസ്സാണിത്. KS461 നമ്പർ, കോഴിക്കോട് ബാംഗ്ലൂർ AC സീറ്റർ ബസ്സാണ് കേട്ടോ. ഈ ഒരു ബസ് 2x2 ലെയറോട് കൂടിയാണ് കേട്ടോ സീറ്റിംഗ് ഒക്കെ വരുന്നത്. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള സീറ്റിംഗ് ഒക്കെയാണ്. പക്ഷേ ഇപ്പോഴേ തന്നെ ഓരോരുത്തർ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്ലേഡൊക്കെ വെച്ച് വരഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെ വളരെ മോശമാണ്. എന്തായാലും നമ്മുടെ ബസ് ഇതേ ബാംഗ്ലൂർ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബസ് എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്ക് ബാംഗ്ലൂരിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് കോഴിക്കോട് രാത്രിയിൽ എത്തിച്ചേരുന്ന ബസ്സാണ് കേട്ടോ. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു യാത്ര അനുഭവമാണ് കേട്ടോ ഈ ഒരു ബസ്സിലുണ്ടാവുക. നല്ല സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ കംഫർട്ടായിട്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബസ്സുകളൊക്കെ മൈസൂർ ബാംഗ്ലൂർ ബസ് റൂട്ടിൽ ഓടുന്ന വണ്ടികളാണ് കേട്ടോ. ഇതേ ആ വൈറ്റ് കളറിലെ നമ്മുടെ രാജഹംസയും എല്ലാം മൈസൂർ ബാംഗ്ലൂർ റൂട്ടിൽ ഓടുന്ന നോൺ സ്റ്റോപ്പ് ബസ്സസും എല്ലാം ഉണ്ട്. ഐരാവത് അത്യാവശ്യം ഈ ഒരു ബസ്സിനെ പോലെ തന്നെ, നമ്മൾ യാത്ര ചെയ്യുന്ന ബസ്സിനെ പോലെ തന്നെ അത്യാവശ്യം കംഫർട്ടായിട്ടുള്ള കർണാടക RTCയുടെ ബസ്സാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഈ ഒരു ബസ് 12 മണിക്ക് ബാംഗ്ലൂരിൽ നിന്നും പുറപ്പെട്ട് മൈസൂർ ഗുണ്ടൽപേട്ട് താമരശ്ശേരി വഴിയാണ് കേട്ടോ പോകുന്നത്. ചാർജിങ് പോർട്ടൊക്കെ അത്യാവശ്യം അടിപൊളിയാണ്. ഈ ഒരു ചാർജിങ് പോർട്ട് USB ഉണ്ട്, അതേപോലെ നമുക്ക് സാധാ പോർട്ടും ഉണ്ട്. എന്തായാലും ആ ഒരു സംഭവം അടിപൊളിയാണ് കേട്ടോ. ചിലപ്പോൾ USB കേബിളൊക്കെ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സാധാ ചാർജിങ് പോർട്ട് കൂടെ ഉള്ളത് അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ദീപാഞ്ജലി മെട്രോ സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാണ് കേട്ടോ. അത്യാവശ്യം അടിപൊളി ലുക്കിലൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്ക് സീറ്റിലെ നടുക്കായിട്ട് നമുക്ക് സീറ്റ് ബെൽറ്റുകളുണ്ട്. അതെന്തായാലും അടിപൊളിയാണ്. കാരണം ലാസ്റ്റ് സീറ്റിൽ നമുക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല. അല്ലാതെ അങ്ങനെ എല്ലാ സീറ്റിലും ചാർജിങ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഫയർ എക്സ്റ്റിംഗ്വിഷറും എല്ലാം ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ബസ്സിൽ. എന്തായാലും നമുക്ക് ഈ ഒരു യാത്രയുടെ കാഴ്ചകൾ കണ്ടാലോ. അപ്പോൾ നമുക്ക് കാഴ്ചയിലോട്ട് പോകാം. മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല വ്യൂ കിട്ടുന്ന മലകളും കാര്യങ്ങളൊക്കെ ഈ റൂട്ടിൽ പോയാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഉറങ്ങിപ്പോയായിരുന്നു. ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും നമ്മൾ തലശ്ശേരി റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ചോറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചു. എന്നിട്ട് നമ്മളിതേ ഡ്രൈവർ ക്യാബിനിലോട്ട് വന്നു. ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ഡ്രൈവർ ക്യാബിൻ കേട്ടോ. അത്യാവശ്യം അടിപൊളിയാണ്. നമ്മുടെ ഡ്രൈവർ ഉറങ്ങിപ്പോയാൽ അലേർട്ട് ചെയ്യുന്ന സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ AC സീറ്റർ കം സ്ലീപ്പർ ഉണ്ട്, AC സ്ലീപ്പർ ഉണ്ട്. അങ്ങനെ കുറേ വെറൈറ്റി ഓഫ് ബസ്സസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് ഈ ഒരു ബസ്സിൻ്റെ ഫോട്ടോസൊക്കെ കുറച്ച് എടുത്തു. അങ്ങനെ നമ്മളിത് ആ ബസ്സിൽ കയറി. ഈ ഒരു ബസ് നമ്മുടെ ഇവിടെ നിന്ന് ഫുഡും കഴിച്ച് നമ്മൾ യാത്ര തുടർന്നു. അത്യാവശ്യം അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഒന്ന് വീണ്ടും കിടന്നുറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും നമ്മളത് മൈസൂരിലോട്ട് എത്തിയിട്ടുണ്ട്. മൈസൂർ ഇവിടെ ഒരു 10 മിനിറ്റ് നിർത്തുന്നുണ്ട്. അത് കഴിഞ്ഞങ്ങ് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര ആരംഭിക്കും. അങ്ങനെ നമ്മളിത് മൈസൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മൈസൂർ സ്റ്റാൻഡിൻ്റെ പ്രത്യേകത എപ്പോഴും ഭയങ്കര റഷായിട്ടുള്ളൊരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ. നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ ടൈമാണെങ്കിലും ബസ്സുകളൊന്നും മാറ്റിത്തരുമൊന്നുമില്ല. കർണാടക RTC ബസ്സുകളൊന്നും മാറ്റിത്തരുമൊന്നുമില്ല. അങ്ങനെ ഭയങ്കര റഷ് എന്ന് വെച്ചാൽ അത്രയ്ക്കും റഷായിട്ടുള്ളൊരു സ്റ്റാൻഡാണ് നമ്മുടെ മൈസൂർ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇതേ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ പെരിന്തൽമണ്ണ മൈസൂർ സൂപ്പർ ഫാസ്റ്റ് ബസ് കിടക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ശരിക്കും കേരള പ്ലാറ്റ്ഫോം കേട്ടോ. ഇതേ പോകുന്നു നമ്മുടെ ഒരു EV പവർ പ്ലസ് ബസ്. ഈ ബസ്സിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഈ ബസ്സുകളൊക്കെ മൈസൂർ ബാംഗ്ലൂർ റൂട്ടിലൊക്കെ ഓടുന്ന വണ്ടികളാണ് കേട്ടോ. കുറേ റൂട്ടിൽ ഇപ്പം കർണാടക RTC കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ ഓടുന്നത് മൈസൂർ ബാംഗ്ലൂർ റൂട്ടിലാണ്. അങ്ങനെ നമ്മുടെ ആളെയൊക്കെ എടുത്ത് നമ്മുടെ ബസ്സിൻ്റെ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ നേരെ പോവുകയാണ്. എവിടെയും റെസ്റ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഗുണ്ടൽപേട്ട സുൽത്താൻ ബത്തേരി വഴിയാണ് കേട്ടോ പോകുന്നത്. അതായത് നമുക്ക് മുത്തങ്ങ കാടിൻ്റെ കാര്യങ്ങളും അടിപൊളിയായിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നെഞ്ചങ്കോട് പാലത്തിൻ്റെ മേലെ കൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ താഴെ ഒഴുകുന്നത് കബനി നദി തന്നെയാണ് കേട്ടോ.
നമ്മളിപ്പോൾ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല റോഡാണ്. അങ്ങനെ നമ്മൾ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് കഴിഞ്ഞത് നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റിലോട്ട് കയറാൻ പോവാണ്. നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു നമ്മളിതേ കേരളത്തിലോട്ട് കയറാൻ പോവുകയാണ്. വെൽക്കം ടു വയനാട് വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. സത്യത്തിൽ ഈ ഒരു സംഭവം കാണുമ്പോൾ ഭയങ്കര ഫീലാട്ടോ. നമ്മൾ എന്തോ ഒരു സ്ഥലത്ത് നമ്മുടെ സ്വന്തം വീട്ടിൽ കയറിയ പോലെ ഒരു ഫീലാണ് കേട്ടോ നമുക്ക് പുറത്തുനിന്ന് നമ്മുടെ ഈ ഒരു സംഭവം കാണുമ്പോൾ. അങ്ങനെ നമ്മളിതേ മുത്തങ്ങ ഫോറസ്റ്റിലോട്ട് കയറി. കുറച്ച് കഴിഞ്ഞ് നമ്മളൊന്ന് വീണ്ടും കിടന്നുറങ്ങി. അന്ന് എഴുന്നേറ്റപ്പോഴേക്കും നമ്മളത് സുൽത്താൻ ബത്തേരിയിൽ എത്തിയിട്ടുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വലത്തോട്ടുള്ള റോഡിന് പോയാൽ മാത്രമേ നമുക്ക് KSRTC സ്റ്റാൻഡിലോട്ട് പോകാൻ പറ്റുള്ളൂ. KSRTC സ്റ്റാൻഡിൽ പോയിട്ട് വേണം തിരിച്ച് വരാൻ. തിരിച്ച് നേരെ തന്നെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ KSRTC സ്റ്റാൻഡിലോട്ട് തിരിയുവാണ്. അത്യാവശ്യം കുറച്ചൊരു ടാസ്ക്കാണ് കേട്ടോ KSRTC സ്റ്റാൻഡിലോട്ട് ഇവിടുന്ന് ഇറക്കാൻ. അങ്ങനെ നമ്മളിത് KSRTC സ്റ്റാൻഡിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു 10 മിനിറ്റ് നമുക്ക് ചായ കുടിക്കാനുള്ള ബ്രേക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ ഇവിടുന്ന് പുറപ്പെടുള്ളൂ. സാധാരണ എങ്ങനെയാണ് സുൽത്താൻ ബത്തേരി വഴിക്ക് പകലിൽ പോകുന്ന ബസ്സുകൾക്കൊക്കെ 10 മിനിറ്റ് സുൽത്താൻ ബത്തേരി സ്റ്റാൻഡിൽ ചായ കുടിക്കാനുള്ളൊരു റെസ്റ്റിംഗ് ടൈം ഉണ്ടാവാറുണ്ട്. അങ്ങനെ നമ്മളിത് KSRTC സ്റ്റാൻഡിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് സുൽത്താൻ ബത്തേരി. അങ്ങനെ ഇതാണ് നമ്മുടെ സുൽത്താൻ ബത്തേരി KSRTC ബസ് ടെർമിനൽ. വയനാട് തന്നെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബസ് ടെർമിനൽ കൂടിയാണ് കേട്ടോ ഈ ഒരു സുൽത്താൻ ബത്തേരി KSRTC ഡിപ്പോ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ബസ് 10 മിനിറ്റ് പാർക്ക് ചെയ്യാൻ പോകണം. ഇതാണ് നമ്മുടെ ബസ്. ക്യാപ്പില്ല സീരീസിൽ ഇറങ്ങിയ വോൾവോ ബസ്സാണ് കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ഹൈബ്രിഡ് നോൺ AC സീറ്റർ കം സ്ലീപ്പർ ബസ് ഉണ്ട് കേട്ടോ. ഈ ഒരു ബസ്സും ഇതും തമ്മിലൊരു 55 മിനിറ്റിന് വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ ഒരുമിച്ചാണ് KSRTC സ്റ്റാൻഡിൽ എത്തിയത് നമ്മുടെ സുൽത്താൻ ബത്തേരി. അങ്ങനെ നമ്മൾ ബ്രേക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ യാത്ര ഇവിടെ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. സുൽത്താൻ ബത്തേരി ടൗണിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിത് KSRTC അടിവാരത്തൊക്കെ എത്താറായിട്ടുണ്ട് കേട്ടോ. നമ്മളിത് വയനാട് ചുരമൊന്നും കണ്ടിട്ടില്ല. വയനാട് ചുരത്തിലൊന്നും വലിയ ബ്ലോക്ക് ഇല്ലാത്തത് കൊണ്ട് അത്യാവശ്യം നല്ല സുഖമായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ പോരാൻ പറ്റി. ഇത് ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ബ്ലോക്കൊന്നും ഇല്ലാതെ ഈ ഒരു സമയത്ത് ഇറങ്ങി പോരാൻ പറ്റിയത്. അല്ലാതെ നല്ല ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. നിങ്ങൾ വയനാട് നിന്ന് കോഴിക്കോട് പോകുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും ഈ ഒരു അവസ്ഥ എന്താണെന്നുള്ളത്. അങ്ങനെ ഇത് നമ്മുടെ ബസ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ താമരശ്ശേരി ഓൾഡ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലവ് യു ഓൾ. ബൈ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.